Okay, let's go. രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ സജ്ന സിസ്റ്ററെ തഷ്വ മീഡിയയുടെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രത്യേകമായിട്ടും സിസ്റ്ററിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. പ്രേക്ഷകർ അത് അറിയുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് പരിചയപ്പെടുത്താം. സ്തോത്രം. ക്രൈസ്തലൂടെ ഞാൻ തിരുവനന്തപുരം കുളപ്പനക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നു. ഭർത്താവ്, 2 മക്കള്. മൂത്ത മോന് 19 വയസ്സായി, ഇളയ മോന് 16 വയസ്സായി. അതാണ് സിസ്റ്ററിൻ്റെ കുടുംബം അല്ലേ. കുടുംബത്തിൽ സിസ്റ്റർ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് കടന്നുപോയി അല്ലേ. എന്നാൽ യേശു കർത്താവിനെ അറിഞ്ഞ ശേഷമാണോ കുടുംബജീവിതത്തിലേക്ക് വന്നത്? അതെ. അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് പറയാൻ അല്ലേ. എങ്ങനെയാ യേശു കർത്താവിനെ അറിഞ്ഞത്? അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നു? എനിക്ക് തോന്നുന്നു അറിഞ്ഞില്ലായിരുന്നെങ്കിൽ സിസ്റ്റർ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാക്ഷ്യം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ യേശു കർത്താവ് സ്റ്റാർട്ട് ചെയ്തു ലൈഫ് അല്ലേ. കർത്താവ് സഹായിക്കും. എനിക്ക് പ്രത്യേകമായിട്ടും സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ മനസ്സിലായത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകം ദൈവശ്വാസീയമായ പുസ്തകമാണ്. ഈ പുസ്തകം ഒരു മതഗ്രന്ഥമല്ല. ആർക്കെല്ലാം ദൈവത്തെ ആവശ്യമുണ്ടോ, ആരെല്ലാം ദൈവത്തെ യഥാർത്ഥമായും രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നോ അവരെ അവൻ ദൈവത്തിലേക്ക് നടത്തുവാൻ ദൈവം തന്നെ നൽകി തന്നിരിക്കുന്ന നിയമ പുസ്തകമാണ്. ഈ പുസ്തകത്തിലൂടെയും സ്വന്തം ജീവിതത്തിലൂടെയും അവൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമ്മളോട് വർണ്ണിക്കുവാൻ സജ്ന സിസ്റ്ററിനെ ദൈവം സഹായിക്കട്ടെ. പറഞ്ഞാട്ടെ സിസ്റ്ററിന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു? ബാല്യകാലം എൻ്റെ പപ്പ, അമ്മ, ഞാൻ ഇളയാളാണ്. എൻ്റെ സഹോദരൻ, നമ്മൾ 4 പേര് അടങ്ങിയതായിരുന്നു ഒരു കുടുംബം. എൻ്റെ പപ്പയ്ക്ക് ഗവൺമെന്റ് തലത്തിലൊരു ജോലി ഉണ്ടായിരുന്നു. സന്തോഷകരമായ നല്ലൊരു കുടുംബ ജീവിതം തന്നെയായിരുന്നു. പപ്പയും അമ്മയും ചേട്ടനും ഞാനുമായിട്ടുള്ള ജീവിതം. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ 10ാം ക്ലാസ് പഠന സമയത്ത് എൻ്റെ ജീവിതത്തില് എൻ്റെ ഒരു പ്രശ്നം എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയായി. അവസാന പരീക്ഷ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഭയം എന്നിൽ ഉണ്ടാകാനായിട്ട് ഇടയായി. ആ ഭയം എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. എൻ്റെ വീട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഭയപ്പെടുത്തുന്നൊരു രൂപം ഞാൻ കാണാനായിട്ട് ഇടയായി. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ക്രമേണ ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ഇടയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എന്നെ നേരെ പേരുക്കുള, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയാണ് പേരുക്കുള ആശുപത്രി. പേരുക്കുള ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. പേരുക്കുള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി നിന്ന സമയത്ത് തന്നെ ഞാൻ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ എന്നെ പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഗുളിക തന്നു. അപ്പോൾ ആ ഗുളിക കഴിച്ച് വീണ്ടും വീട്ടിൽ വന്ന് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ അവസ്ഥ മാറി. ഞാൻ ഒരു വയലന്റ് സ്റ്റേജിൽ, ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ, വീട്ടുകാർക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി. എന്ന് വെച്ചാല് സാധനങ്ങൾ പെറുക്കി കളയുക, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക, ഉറക്കമില്ലാത്ത അവസ്ഥ. മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ? വീട്ടുകാരെ ഉപദ്രവിക്കും. അവരെ നന്നായിട്ട് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ഒരു വലിയൊരു ശക്തി എൻ്റെ മേൽ വരും. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാത്ത രീതിയിൽ, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ. സിസ്റ്റർ ഇപ്പോൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് അങ്ങനെയുള്ള ശുശ്രൂഷകളിലായിരിക്കുകയാണ്. ഒരു 8ാം ക്ലാസ് അല്ലെ 9ാം ക്ലാസ് ആ പഠനത്തിൻ്റെ ഒരു നിർണായക സമയത്തേക്ക് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പെട്ടെന്ന് അവരുടെ മേൽ ഇതുപോലുള്ള കാര്യങ്ങൾ മിക്കവാറും പറയുന്നത് ഇത് തന്നെയാണ്. എന്തോ ഒരു നിഴൽ കണ്ടു, എന്തോ ഒരു പോകാൻ ഒറ്റയ്ക്ക് ഒരിടത്തു കൂടെ പോയപ്പോൾ കുഞ്ഞ് പേടിച്ചതാണോ എന്ന് പറയും. പക്ഷെ പിന്നെ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോകുന്നു, അവരുടെ പെരുമാറ്റത്തിലെല്ലാം വ്യത്യാസം, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ടെക്സ്റ്റ് എടുക്കുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെ ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോ അപ്പൊ മാതാപിതാക്കൾ ചിന്തിച്ചത്, പക്ഷെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അസുഖമാണെന്നാണ് അല്ലെ. അസുഖമാണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു മെഡിസിൻ തരികയും ചെയ്തു. നമുക്കറിയാം ഇത് മെഡിസിൻ കൊണ്ട് മാറുന്ന കാര്യമല്ല. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളെ അങ്ങനെ ഹാൻഡിൽ ചെയ്തപ്പോൾ മനസ്സിലാവും. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ കണ്ടിരുന്നത് ഇതൊരു സൈക്കോ പ്രോബ്ലം ആണെന്നാണ്. പക്ഷേ ഇതൊരു സൈക്കോ പ്രോബ്ലം അല്ല. കാരണം അത് സിസ്റ്ററിൻ്റെ സാക്ഷ്യത്തിലൂടെ തെളിയുകയാണ്. കാരണം ഇതൊരു സൈക്കോ പ്രോബ്ലം ആയിരുന്നെങ്കിൽ സൈക്കാട്രിസ്റ്റുകൾ
സുഖാക്കണമായിരുന്നു അല്ലേ, മെഡിസിൻ തന്ന് സുഖാക്കണമായിരുന്നു. പക്ഷെ ആ മെഡിസിൻ തരുമ്പോൾ സിസ്റ്റർ തളരുകയാണോ ചെയ്തത്, അതോ ചേഞ്ച് ആവുകയാണോ, അതോ വയലന്റ് ആവുകയായിരുന്നോ ചെയ്തത്? എന്റെ വയലന്റ് ആകുന്ന അവസ്ഥ കൂടുകയും ഞാൻ ഒരിക്കലും ചേഞ്ചിലോട്ട് വന്നില്ല. എന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് എന്നെ വീടിന്റെ അടുത്തുള്ള ശാസ്തമംഗലം ഹോസ്പിറ്റലിലെ രാമചന്ദ്രൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ അതിൽ കുറയാത്തോണ്ട് നമ്മുടെ പേരുകുളം ഹോസ്പിറ്റലിലെ ഊളംപാറ ഹോസ്പിറ്റലിലെ ഡോക്ടറെ വീട്ടില് എന്നെ കൊണ്ടുപോയി. അപ്പൊ കുഞ്ഞു പ്രായം അല്ലെ, 15 വയസ്സോ 16 വയസ്സ് കഴിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് 2 ഡോക്ടർമാർ തരുന്ന ഗുളികൾ മാറി മാറി കഴിച്ച് എന്റെ ശരീരം അടരാൻ തുടങ്ങി, ചൊറിഞ്ഞടരാൻ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ എന്നെ വീണ്ടും വേറെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റുമാർ നമ്മളിൽ നിന്നാണ് ഓരോ ചോദ്യങ്ങൾ അവർ ചോദിച്ച് നമുക്ക് വേണ്ടി നമ്മളെ പഠിച്ചാണ് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ അതിലൊന്നും ഒരു മാറ്റം ഇല്ലാതിരുന്നപ്പോ നമ്മുടെ ബന്ധുക്കൾ പറഞ്ഞു, കൂട്ടുകാരും അമ്മയുടെയും പപ്പയുടെയും ഒക്കെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇത്രയും നല്ല വയസ്സിൽ നല്ല കുട്ടിയായിരുന്നല്ലോ, മന്ത്രവാദങ്ങൾക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ സിസ്റ്റർ. ആ സമയത്ത് യേശു കർത്താവിന്റെ വിശ്വാസത്തിലായിരുന്നു കുടുംബമായിട്ട് എല്ലാവരും? നാമധേയ ക്രിസ്ത്യാനി, അതായത് പള്ളിയിൽ പോവും, അല്ല ബൈബിള് വായിക്കൊന്നുമില്ല, ചടങ്ങ് പോലെ. ഏത് ഭാഗം അപ്പൊ വായിക്കുന്നത്? കിട്ടും. അങ്ങനെ ഏതാന്നൊന്നും അന്വേഷിക്കില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനോ അങ്ങനെ പ്രെയർ ലൈഫ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അനേക മന്ത്രവാദം എന്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. മന്ത്രവാദികൾ എന്തൊക്കെ ആവശ്യപ്പെടോ, എത്ര പണം ആവശ്യപ്പെടോ, അവരെന്തൊക്കെ പറയുന്നു അതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഈ അച്ഛന്മാരെ രീതിയിലും വീട്ടിലൊക്കെ വിളിച്ച് നടത്തി. അതായത് ക്രിസ്തീയ മന്ത്രവാദത്തിനും പോയിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊരു മന്ത്രവാദത്തിനും പോയിട്ടുണ്ട്, മുസ്ലിം മന്ത്രവാദത്തിനും പോയിട്ടുണ്ട്. അതിനുള്ളിൽ എനിക്ക് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്തീയ മന്ത്രവാദം ഉണ്ടോ എന്ന് ചിന്തിക്കും. പക്ഷേ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മന്ത്രവാദമോ തന്ത്രങ്ങളോ സൂത്രങ്ങളോ ഒരു തരത്തിലുള്ള ചപ്പടി വിധിയില്ല. പക്ഷേ അത് പറഞ്ഞിട്ട് മാതാവിൻ്റെ പേരിലും ക്രിസ്തുരാജിൻ്റെ പേരിലും ഒക്കെ ധാരാളം മന്ത്രവാദങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ദുരാത്മാക്കളാണ്, പുണ്യവാളന്മാരുടെ പേരിൽ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപകടം പിടിച്ച അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ. അതെ. എന്നിട്ട് പോലും പ്രിയമുള്ളവരെ, ഇതൊക്കെ ഭയങ്കര അബദ്ധമാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കുടുക്കുകളിലാണെങ്കിൽ തിരിച്ചറിയണം, വിശുദ്ധ ബൈബിളോ ക്രിസ്തീയതയോ ഇതിനൊന്നിനും തന്നെ സപ്പോർട്ടല്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് തിരിയരുത്. അവൻ ജീവിപ്പിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയാൻ സഹായിട്ട് പ്രിയ സഹോദരിക്ക് അതിലൂടെ ഒന്നും ഒരു ആശ്വാസവും കിട്ടിയില്ലെന്നാണ് മനസ്സിലാവുന്നത്. തൃശ്ശൂരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് ഓർമ്മ കിട്ടാനും നല്ലതായിട്ടാകാൻ വേണ്ടി അവര് കുറെ മന്ത്രവാദങ്ങളൊക്കെ ചെയ്തിട്ട് അവര് ഒരു പദാർത്ഥം, വെള്ളം പോലത്തെ ഒരു സാധനം, ഏകദേശം മുളകിന്റെ ഒരു രൂപം പോലെ ഇരിക്കുക കളർ, അതിന്റെ എന്നെ കിടത്തിയിട്ട് മൂക്കി കൂടെ അങ്ങ് ഒഴിച്ചു തന്നു. പക്ഷെ മൂക്കി കൂടെ ഒഴിച്ച സമയത്ത് ഫുള്ള് മണ്ടയെല്ലാം ഭയങ്കര നീറ്റലായിരുന്നു. പിന്നെ വേറൊരു മന്ത്രവാദി ചൂരലുണ്ട് എന്നെ മൊത്തം അടിക്കാൻ തുടങ്ങി. അതായത് പിശാച് അടി കൊണ്ട് ഓടുമെന്ന് വെച്ചിട്ട്. ശരിക്കും എനിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സാധനയാകുന്ന ഞാൻ അത് ചെയ്തുകൂടാ, അത് പറഞ്ഞുകൂടാ, അവരെ ഉപദ്രവിച്ചുകൂടാ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ ഇവരെല്ലാം ഉപദ്രവിക്കുന്നതും എന്റെ ശരീരത്തിലാണ്. അതിന്റെയൊക്കെ നല്ല വേദന ഞാൻ അനുഭവിച്ചു. എല്ലാം കെട്ടി തന്നെ ശരീരം എല്ലാം ഒരു വല്ലാത്ത പാടായി, വല്ലാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ വീട്ടിലും അകത്തും പുറത്തും എല്ലാം കുഴിയെടുത്തിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ഇടുന്നത്. പക്ഷെ ഇതെല്ലാം കുഴിച്ചിട്ട ശേഷം നമ്മളെ വീണ്ടും എനിക്ക് പിന്നെ കട്ടിലിൽ കിടക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ അങ്ങ് എടുത്ത് പോകും. അപ്പൊ അവര് തരുന്ന നിലവിളക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ കത്തിക്കണം. എനിക്ക് വേണ്ടി അനേക കോഴികള്, പിച്ചിപ്പൂ, പനിനീര് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ് എന്റെ അമ്മ വിചാരിച്ചു എന്റെ മോള് എന്തായാലും നന്നായിട്ട് വരും. പക്ഷെ ഞാൻ ചിന്തിച്ചു ഒരിക്കലും ഞാൻ നന്നാവൂല. ഇത് രമ്യാവി പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ തന്നെ കണ്ടു. ആ ദൈവം എന്നെ മുൻ നിർണയത്താൽ സ്വർഗത്തിലെ അപ്പൻ എന്നെ കണ്ടതുകൊണ്ട് പീഡനങ്ങളിൽ കൂടെ പോകുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നുവെച്ചാല് മന്ത്രവാദി ആയാലും എനിക്ക് സുഖം കിട്ടാൻ, എനിക്കൊരു സൗഖ്യം തരാൻ ആരൊക്കെ വരുന്നു അവരൊക്കെ എന്നെ വളരെ സ്നേഹത്തോടെ, അവര് പഠിച്ച ഓരോ മന്ത്രവാദങ്ങളും
കാര്യങ്ങളും വെച്ച് എനിക്ക് നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കഴിയുമ്പോൾ എന്റെ അവസ്ഥകൾ വീണ്ടും കൂടുകയാണ്, ഒരിക്കലും താഴോട്ട് കുറയല്ല. അതായത് പിശാചിന്റെ ശക്തി കൂടുകയാണ്. അങ്ങനെ പള്ളി പ്രകാരമൊക്കെ പോകുമ്പോ വെള്ള നൂല്, മുസ്ലിം പ്രകാരം പോകുമ്പോ പച്ച നൂല്, ഹിന്ദു പ്രകാരം പോകുമ്പോ ചുവപ്പ് നൂല്, ആകെ ടോട്ടല്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ എനിക്ക് അടുത്ത് +1 പഠിക്കാൻ വേണ്ടി ഓരോ അഡ്മിഷൻ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഏണിക്കരയുള്ള VHSC കിട്ടി. എൻ്റെ പപ്പയ്ക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആയതുകൊണ്ട് എന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് VHSC കിട്ടി. പക്ഷെ ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് തലയൊക്കെ വല്ലാതെ തോന്നും, പഠിക്കാൻ പറ്റൂല, ഇറങ്ങി ഓടാൻ തോന്നും. അപ്പോൾ അവിടെ കൊണ്ട് പഠിത്തം അവസാനിച്ചു. വീണ്ടും എന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ വിട്ടു, 4-5 ബദനിയിൽ വിട്ടു. പക്ഷെ എവിടെ കൊണ്ടാക്കിയാലും എനിക്ക് പഠിക്കാനോ എഴുതാനോ കഴിയാത്ത അവസ്ഥ. സിസ്റ്റർ പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടാത്തതാണ്. മനസ്സിൽ ആഗ്രഹമുണ്ടോ പഠിക്കണമെന്ന്? പഠിക്കാനും പോകാനും ഒരുങ്ങാനും പോകാനും ഒക്കെ ആഗ്രഹം ഇഷ്ടമുണ്ട്. പക്ഷെ ആ ടൈമിലൊക്കെ ചില പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് റൂട്ട് മാറിപ്പോകും. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ കൂട്ടുകാരിയോടൊപ്പം ഒക്കെ അയക്കാൻ തുടങ്ങി. പിന്നെ വീട്ടില് വീണ്ടും ട്രീറ്റ്മെന്റിനായി കൊണ്ടുപോകും. ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, മന്ത്രവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു സൗഖ്യമില്ല. ബൈബിളിൽ പറയുന്നത് പോലെ സാത്താൻ വരുന്നത് അർപ്പാൻ മുടിപ്പാൻ നശിപ്പിക്കാനും, എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരാൻ വേണ്ടി വന്നത്. അങ്ങനെ ഒരുപാട് നാശം ഉണ്ടായി. സമ്പത്ത് നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞാൻ പഠിക്കാനും ഒന്നും പോകാതെ, ആഹാരം കഴിക്കാതെ ഒരേ കിടപ്പായി കിടന്ന് എൻ്റെ ശരീരം വേദന എടുത്ത് പൊട്ടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. 2.5 വയസ്സുള്ള ഒരു കുട്ടിയെ എങ്ങനെ ഒരമ്മ വീട്ടുകാർ ശുശ്രൂഷിക്കും, ആ കൊച്ചിനെ പോലെ കുളിപ്പിക്കാനും ആയാലും നനയ്ക്കാനായാലും എല്ലാം വീട്ടുകാരുടെ ആശ്രയത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. സിസ്റ്റർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് സ്വന്തമായിട്ട് കുളിക്കാനൊന്നും ഇഷ്ടമില്ല, കുളിക്കാൻ തോന്നൂല, ആഹാരം കഴിക്കില്ല. ഞങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇപ്പൊ കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. കാരണം അവർക്കൊന്നിലും താല്പര്യമില്ല, അവരറിയുന്നില്ല കുളിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നില്ലെന്നോ ഒന്നും അറിയുന്നില്ല. അപ്പൊ നമ്മള് സാധാരണ അച്ഛനമ്മമാർ ഇത് വാശിയാന്ന് വിചാരിക്കും അല്ലെ? അങ്ങനെ സിസ്റ്ററിന്റെ അമ്മയോ പപ്പയോ വിചാരിച്ചില്ല. എന്ന് വെച്ചാല് ഞാൻ ഈ അനുഭവത്തിൽ കൂടെ പോകുന്നതിന് മുമ്പ് എന്റെ വീട്ടില് മടി കൂടാതെ ഞാൻ എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ മോക്ക് എന്തോ വലിയ പ്രശ്നമായത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തെന്നുള്ള ഒരു പരിഗണന കൊണ്ട് അവർ നോക്കി എന്റെ മോള് നേരെ ആകണമെന്നുള്ളു. എൻ്റെ ശരീരത്തിൽ പല അസ്വസ്ഥതകളെന്ന് വിചാരിക്കുമ്പോൾ നെഞ്ചുവേദന, ബലക്കുറവ്, അങ്ങനെയുള്ള പല അസുഖങ്ങൾ എൻ്റെ ശരീരത്തിൽ വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇരിക്കവേ തന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ കഴിയാത്തവണ്ണം ഞാനായി. ഞാനും നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു, സാത്താൻ വരുന്നത് അർപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും, എന്നാൽ നമ്മുടെ ദൈവം സമൃദ്ധിയായിട്ടുള്ള ജീവൻ തരുവാൻ വന്നു. അതെ, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനേക അന്യദേവന്മാരുടെ അടുക്കെ അവർ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങൾക്കും രീതികൾക്കും എല്ലാം കടന്നുപോയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം, പണം എല്ലാം നഷ്ടമായി. എൻ്റെ അമ്മയുടെയും ദേഹത്ത് കിടക്കുന്ന ആഭരണങ്ങൾ മാത്രമുണ്ടായിരുന്നു. എന്നാൽ ഒരു 1996 ഒരു ദൈവദാസൻ നമ്മുടെ തിരുവനന്തപുരത്ത് സാൽവേഷൻ ആർമി ഗ്രൗണ്ടിൽ അവിടെ കടന്നു വരാൻ ഇടയായി, കൺവെൻഷന് വേണ്ടി പ്രസംഗിക്കാൻ. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ വെച്ച് അല്പം ഓർമ്മയുണ്ട്, യേശു കർത്താവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അതിനു മുമ്പുള്ള എൻ്റെ സമയങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഓടും, വീട്ടുകാരെ ഉപദ്രവിക്കാൻ തുടങ്ങും, ഞാൻ വയലൻ്റ് ആകും. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ എവിടെ താമസിക്കുന്നു, ഏത് വീട്ടിൽ കിടക്കുന്നു എന്നുള്ളതല്ല. ഞാനും നിങ്ങളും എവിടെ ഇരുന്നാലും എവിടെ കിടന്നാലും ബോധമുള്ള ഒരു മനസ്സാണ് എൻ്റെ ജീവിതം നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ആമേൻ. ബോധമില്ലെങ്കിൽ എങ്ങനെ കഴിക്കുമെന്നോ, എങ്ങനെ കിടക്കുമെന്നോ, എങ്ങനെ ഉടുക്കുമെന്നോ, എങ്ങനെ നടക്കുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആ കൺവെൻഷൻ ക്രൂസൈഡിൽ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞ ദേവദാസൻ യുവജനങ്ങളെ ഫ്രണ്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. ഞാനും ആ കൂട്ടത്തിൽ കടന്നുപോയി. എന്തോ ഒരു അല്പം മാറ്റം ഉണ്ടായി. ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. എൻ്റെ അവസ്ഥയ്ക്ക് പരിപൂർണമായി അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല. എന്തോ എന്നിലൊരു സംഭവിച്ചു എന്നുള്ള ഒരു
ആശ്വാസം എൻ്റെ ജീവിതത്തിൽ, ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായി. അങ്ങനെ നീണ്ട 3.5 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയ പാതകൾ, ഞാൻ വന്ന ഓരോ വഴികളും എല്ലാം ഓർക്കുവാനും ഞാൻ തുടർന്നുള്ള സമയങ്ങൾ കുറേശ്ശെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ആകാശവും ഭൂമിയും ഒടിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ ഒരു നാളും മാറിപ്പോകയില്ല. മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. അങ്ങനെ തന്നെ ആ കൺവെൻഷൻ മെസ്സേജ് പ്രസംഗിച്ച ദൈവദാസൻ തുടർന്ന് പോളിയോ ഹോം ഹാളിൽ 1996 സെപ്റ്റംബർ മാസത്തിൽ ഒരു 5 ദിവസത്തെ സെമിനാർ വെച്ചു. പരിശുദ്ധാത്മാവ് അഭിഷേകം അത് എന്താണെന്നും പരിശുദ്ധാത്മാവ് എന്തെന്നതിനൊക്കെ പറ്റിയായിരുന്നു ക്ലാസ്. ഞാൻ 5 ദിവസം ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ നിറയുവാനിടയായി. അഭിഷേകം എന്നെ നടത്തുവാൻ തുടങ്ങി. അഭിഷേകം എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തന്നു. അഭിഷേകം എന്നെ ശക്തീകരിപ്പാൻ തുടങ്ങി. അങ്ങനെ 1996 ഒക്ടോബർ മാസം 31-ാം തീയതി എൻ്റെ യേശു കർത്താവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ഇടയായി. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സമൂഹക്കാർ എന്നോട് പറഞ്ഞു, ഇവളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു, ഇവൾക്കൊരു വിവാഹം നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം മനോഹരമായൊരു വിവാഹം എനിക്ക് തന്നു. നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നു. 2 ആമക്കളെ എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ 2 മക്കൾ പഠിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ കുടുംബമായിട്ടായിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ, എൻ്റെ പഠിത്തം ഇങ്ങനെ ആയല്ലോ, എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയല്ലോ, എൻ്റെ കൂട്ടുകാരികളെല്ലാം നല്ല ഡ്രസ്സുകളിട്ട് അവർ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് പലവട്ടം 3-ലധികം പ്രാവശ്യം ഞാൻ എൻ്റെ ജീവനെ കളയുവാൻ, എന്ന് വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു. എത്ര പ്രായത്തിലാണ്? അതെല്ലാം 16-17 വയസ്സിലുള്ള സംഭവം. എന്തായാലും ഞാൻ ഈ പ്രശ്നങ്ങളിൽ കൂടെ ഏറ്റവും ഒരു 3.5 വർഷം 3.5 വർഷം കൊണ്ട് അനേക ലക്ഷം രൂപകൾ ചെലവായി. അത് കഴിഞ്ഞതിന് ശേഷം ആ ദേവദാസൻ തന്നെ പറഞ്ഞു, ഇന്ന് ഇവിടെ രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അടുത്ത് നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിലൊന്നും വിശ്വാസമില്ല. ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഉള്ളവർക്ക് വട്ടെന്ന് പറഞ്ഞ് നടന്നതാണ്. പക്ഷെ ഞാൻ ആ ക്ലാസ്സിന് പോയി, വീട്ടിൽ വന്നു, ബൈബിൾ എടുക്കും. ഒരുപാടൊന്നും വായിക്കുകയില്ല. മുമ്പ് ഞാൻ പാരമ്പര്യ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് പോലെ അല്ല. വായിക്കുന്നത് എത്രത്തോളം വായിക്കുമോ അത് എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു നല്ല ഉറപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം കിട്ടും. ഒരു വ്യക്തി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് സുഖം കിട്ടിയത്. വചനം വായിക്കാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും, തന്നെ ഉച്ചവരെയൊക്കെ ഉപവസിക്കാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ അവസ്ഥ ക്രമേണ മാറാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ആ പരിശുദ്ധാത്മാവിന്റെ 5 ദിവസം സെമിനാറിന് ഞാൻ കടന്നു പോയപ്പോൾ തിരുവനന്തപുരം പോളിയോ ഹോമിൽ വെച്ച് ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം അഭിഷേകം പ്രാപിച്ചപ്പോൾ എൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളെല്ലാം മാറി. എവിടെ നിന്നും അറിഞ്ഞുകൂടാ, ഭയങ്കര ഒരു സമാധാനം, സന്തോഷം എനിക്കുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അന്യഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മളെ പള്ളിയിലും നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ ഒരു പ്രെയർ ഒന്നും ഇല്ല. പക്ഷെ അതുകൊണ്ട് എനിക്കത് പുറത്തു പറയാനൊരു മടിയായി. പക്ഷെ ആ അന്യഭാഷ പറയും തോറും ഭയങ്കര സന്തോഷം. അങ്ങനെ കർത്താവ് എന്നെ അന്യഭാഷ മാത്രമല്ല, കർത്താവ് തന്നെ കൃപയാലും കൃപാവരങ്ങളാലും കർത്താവ് എന്നെ അങ്ങ് നിറച്ചു. അങ്ങനെ അതിനുശേഷം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ച് മിനിസ്ട്രിയോട്ട് ഇറങ്ങി. പിന്നെ വിവാഹാലോചനയുടെ സമയങ്ങൾ പിന്നെയായി. അപ്പോ നാമധേയ പ്രകാരം ജോലിയും സാഹചര്യങ്ങളുള്ള അനേക വിവാഹ ആലോചനകൾ വന്നു. എന്നാൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ വീട്ടിൽ എൻ്റെ യേശുപ്പച്ചനെ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഒരു വിവാഹ ജീവിതം കഴിഞ്ഞാലും എൻ്റെ കർത്താവിനെ സേവിക്കുന്ന ഒരു ജീവിതം വേണമെന്നുള്ള തീരുമാനം എടുത്തു. അതിന് കുറച്ച് താമസം വേണ്ടി വന്നു. അങ്ങനെ 2006 മെയ് 3 എന്റെ വിവാഹം നടക്കാനിടയായി. എന്റെ വിവാഹം ഒരു വെല്ലുവിളിയായിരുന്നു. എന്റെ വിവാഹം നടക്കത്തില്ല. പലരും, നമ്മൾ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവൾക്ക് മെന്റലി അവൾക്ക് പ്രശ്നമുള്ള അവളെ വിവാഹം നടത്താൻ ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവമാണ് എന്റെ വിവാഹം നടത്തുന്നത്. സ്തോത്രം. കാരണം ഒരിക്കലെങ്കിലും ഒരു സൈക്കോ ട്രീറ്റ്മെന്റിന് പോയിട്ടുള്ള ഒരു കുട്ടി ആ ലേബലിലാണ് പിന്നെ അറിയപ്പെടുന്നത്. അവളുടെ ഭാവി മുഴുവൻ ആ ഒരു പഴിയും ഒരു പേരുദോഷവും നാട്ടിലെല്ലാം അല്ലെ, പല അപ്പനമ്മമാരുടെ വേദന അതാണ്. പിന്നെ സുഖമായാലും ചികിത്സിച്ച് സുഖമാക്കിയാൽ പോലും അംഗീകരിക്കില്ല സമൂഹം. പക്ഷെ ഇത് സിസ്റ്റർ അങ്ങനെ ചികിത്സിച്ച് മാറ്റിയതല്ല അല്ലെ, വ്യക്തി തൊട്ട് പ്രാർത്ഥിച്ചതുമല്ല. സ്തോത്രം. കർത്താവ് എന്നെ നേരിട്ട് സൗഖ്യമാക്കിയതാണ്. അപ്പൊ അതാരും വിശ്വസിക്കില്ല, അതിന് തെളിവില്ലല്ലോ. പക്ഷെ സിസ്റ്റർ നോർമലായിട്ട് ജീവിക്കുന്നെങ്കിലും മറ്റുള്ളവർ അത് അംഗീകരിക്കണമെന്നില്ല. കർത്താവിനെ ആരും അംഗീകരിച്ചില്ലല്ലോ. അപ്പൊ കർത്താവ് സുഖമാക്കുന്നതും സാധാരണഗതിയിലുള്ള മനുഷ്യർ അംഗീകരിക്കില്ല.
പക്ഷെ എന്നാലും സിസ്റ്ററിന്റെ ജീവിതത്തിൽ നല്ലൊരു കുടുംബ ജീവിതം കിട്ടി അല്ലേ? വിശ്വാസത്തിലുള്ള ഒരാളെ തന്നെ കിട്ടി. വിശ്വാസമുള്ള Praise the ആളെ, Lord. താങ്ങും തണലുമായിട്ട് എന്നെ നോക്കുന്ന ഒരാളെ തന്നെ കിട്ടി. ഞാന് മുമ്പ് ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ ആ കാര്യം പറയാൻ മറന്നു. ഒരു വിഷൻ കണ്ടു. എന്നെ മരിച്ച് എന്റെ വീടിന്റെ ബാക്ക് സൈഡിലാണ് എന്നെ അടക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കൾ ഇങ്ങനെ മണ്ണ് വാരിയിടത്തില്ലേ ഫസ്റ്റ് ടൈം. ആ ടൈമിൽ ഞാൻ എന്റെ മേലൊരു ജീവൻ വന്ന് ഞാൻ എണീക്കുന്നതായിട്ട് എന്റെ കർത്താവ് എനിക്ക് തന്ന അറിവെന്ന് വെച്ചാല്, മരണത്തിന്റെ അവസ്ഥയോളം പോയി ഞാൻ നിന്നെ ഉയർപ്പിച്ചു എന്നാണ്. എന്റെ കർത്താവ് എനിക്കൊരു വചനം തന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകാത്ത വചനം എന്നേക്കും നിലനിൽക്കും. ഈ ഒഴിഞ്ഞു പോകാത്ത വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും നടത്തുന്നതും സൗഖ്യമാക്കുന്നതും ശക്തീകരിക്കുന്നതും. അല്ലാതെ ഞാൻ പോയ മന്ത്രവാദത്തിന്റെ പാതകളോ ഞാൻ പോയ ഒരു പുണ്യ സ്ഥലങ്ങളോ അല്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ എനിക്ക് ദൈവം നൽകി. 2 ആൺമക്കളാണ്. മൂത്ത മോന് 19 വയസ്സായി, ജീൻ ജെ ജോർജ്. രണ്ടാമത്തെ മോന് 16 വയസ്സായി, ജോയൽ ജെ ജോർജ്. അതിനുശേഷം അനേകം അത്ഭുതങ്ങൾ കൂടെ കർത്താവ് കൊണ്ടുവന്നു. എങ്കിൽ പോലും ഞാൻ ഈ സമയത്ത് എൻ്റെ ഇളയ മകൻ, അവൻ്റെ പേര് ജോയൽ ജെ ജോർജാണ്. അവൻ ഇന്ന് +1 കേന്ദ്രീയ വിദ്യാലയം SAPയിൽ പഠിക്കുന്നു. എൻ്റെ മോന് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അവന് വലിയൊരു അസുഖം കടന്നു വന്നു. അവനാദ്യം വൊമിറ്റിംഗ് ഉണ്ടായി, പിന്നെ ലൂസ് മോഷൻ ഉണ്ടായി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലോകമെല്ലാം ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ ഭർത്താവും കൊണ്ടുപോയി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തില്ല. വീണ്ടും അവനെ വീട്ടിൽ കൊണ്ടുവന്നു. അവർ തന്ന മരുന്നുകൾ കൊടുത്തു. എന്നാൽ രാവിലെ ആയപ്പോൾ അവൻ്റെ ബോധം നഷ്ടപ്പെടാനിടയായി. എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ സഹോദരനും കൂടെ അവനെ വീണ്ടും അടുത്ത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഉടനെ അവനെ ആംബുലൻസിൽ ഓക്സിജനൊക്കെ അവനെ വെച്ച് അവനെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ കൊണ്ടുപോയത് അവന് ഫസ്റ്റ് ജന്നി വന്നു. അവനെ പരിശോധിച്ചു. ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു. അതിനുശേഷം അവനെ വെന്റിലേറ്റർ ഐസിൽ അഡ്മിറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഒപ്പുകൾ മാറി മാറ്റി പലവട്ടവും നമ്മുടെ ഒപ്പിൻ്റെ മേലാണ് ഡോക്ടേഴ്സ് അവനെ അഡ്മിറ്റ് ചെയ്തത്. അവൻ്റെ കിഡ്നി പ്രവർത്തനരഹിതമായി, അവൻ്റെ ലിവർ പ്രവർത്തനരഹിതമായി. രണ്ടാമതും അവന് ജന്നി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഡോക്ടർമാർക്കൊന്നും ഒരു പ്രത്യാശയില്ലാത്ത സ്ഥാനത്ത് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു അവൻ്റെ അടുത്തുനിന്ന്. എന്നെ മാറി നിൽക്കാം എന്ന് പറയുമ്പോഴും അവർ ഗ്രൂപ്പായിട്ടാണ് വന്ന എൻ്റെ മോനെ നോക്കിക്കൊണ്ടിരുന്നത്. നെഫ്രോയുടെയും അതുപോലെ ന്യൂറോയുടെയൊക്കെ ഡോക്ടർമാർ ഒരു ഗ്രൂപ്പായിട്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് അവന് 3ാമത് ജന്നി വന്നു. 3ാമത് ജന്നി വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി അവൻ്റെ മുമ്പിൽ, ജോയലിൻ്റെ മുമ്പിൽ മരണം മാത്രമാണെന്ന് ഒരമ്മയായ എന്നെ ഡോക്ടർമാർ വിളിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ കഠിനമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആർക്ക് വരാനോ നമ്മളെ ഒന്ന് കാണാനോ ആരും തന്നെ ഇല്ല. എന്നാൽ അവനെ 3ാമതും MRI സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. അവന് 3ാമത് ജന്നി വന്നതിന് ശേഷം 8 മണിക്കൂറിന് ശേഷം അവന് റിസൾട്ട് വന്നു. അതിലൊരു പ്രശ്നവുമില്ല. ആ റിസൾട്ട് നോക്കി, MRIയുടെ റിസൾട്ട് ഡോക്ടർ നോക്കിയിട്ട് വീണ്ടും പറയാനിടയായി, ഇപ്പോൾ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനിയും വന്നുകൂടെ എന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ സംസാരിച്ചു, മോൻ്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ SIT ആശുപത്രി എൻ്റെ മോൻ വെന്റിലേറ്ററിലായിരുന്നപ്പോൾ, ആ യൂണിറ്റിലായിരുന്നപ്പോൾ ഞാൻ അവനെ ദേഹവും ദേഹിയും ആത്മാവിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദുഷ്ടപിശാചേ, എൻ്റെ മോനെ, മരിച്ച ഒരു മോനുമായിട്ട് ഞാൻ വീട്ടിൽ പോകുകയില്ല, ജീവനുള്ള ഒരു മോനുമായിട്ട് ഞാൻ വീട്ടിൽ കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബോധാവസ്ഥയിൽ കിടന്ന എൻ്റെ മോൻ മമ്മി എന്നെ വിളിച്ചിട്ട് 3 ദൂതന്മാർ രക്ഷിക്കാൻ വന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ കോമാ സ്റ്റേജിൽ ബോധമില്ലാതെ അവൻ്റെ ശരീരത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വയറുകളെല്ലാം പിടിച്ചു പറിക്കുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം ദൂതനെ അയച്ച് അവനെ വിടുവിച്ചതിന് ശേഷം അവൻ നോർമലായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം അവനെ വീണ്ടും വാർഡിലോട്ട് മാറ്റിയ ശേഷം അവന് വീണ്ടും IV ഇട്ടു. ഒരു ദിവസം 3 IV. ഒരു IVക്ക് 16,000 സംതിങ് രൂപ വരും. അങ്ങനെ 3 IV 8 ദിവസം ഇട്ടു.
എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പൈസ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് വെറും 700 രൂപയാണ്. അവന് അനേകമായിരം പൈസ ആ ഹോസ്പിറ്റൽ ചിലവായി. അവൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവൻ പലവിധങ്ങളായ ടെസ്റ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് എൻ്റെ മോനെ ചികിത്സിച്ച ഒരു ഡോക്ടർ പറയണം, SAT ആശുപത്രിയുടെ ചരിത്രത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി ഇന്ന് വരെ ഇത്രയേറെ മരുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഏകദേശം 6 ലക്ഷത്തി പുറത്ത് രൂപ വരെ ആ മരുന്നെല്ലാം ആശുപത്രിയിൽ നിന്ന് കിട്ടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. എങ്കിൽ അവനെ ദൈവം ഇത്രത്തോളം കാത്തു പരിപാലിച്ചു. ഡോക്ടർമാർക്ക് പോലും, അവനെ നോക്കിയ, അവനെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പോലും അതിശയം. ബ്രെയിനിൽ വൈറസ് ബാധ ഉണ്ടായ ഒരു കുട്ടിക്ക് ഇത്രത്തോളം ഒരു സൗഖ്യത്തിലോട്ട് വരുവാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും അവിടുത്തെ പല ട്രീറ്റ്മെൻറ്റുകൾക്ക് എൻ്റെ മോനും ബ്രെയിനിൽ വൈറസ് ബാധയുണ്ടായി. അവൻ്റെ കിഡ്നി പോയി, ലിവർ പോയി, മരണത്തോട് മല്ലടിക്കുമ്പോൾ അനേകരുമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ ഹാർവസ്റ്റ് ചാനൽ അതുപോലെ അവരെങ്ങനെ ഓരോരുത്തരും സ്പ്രെഡ് ചെയ്ത് പ്രയർ മുമ്പോട്ട് പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവൻ്റെ ജീവനെ മടക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. വീണ്ടും അവർ പല വിധങ്ങളായ ടെസ്റ്റുകൾ ചെയ്യുവാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നു. എന്നാൽ ആ ടെസ്റ്റുകൾക്കൊന്നും പോകാതെ അവൻ ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ ഇളയ മകന് സ്വർഗത്തിലെ ദൈവം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തു. ഹല്ലേലൂയ. ഇന്നവൻ ആരോഗ്യത്തോടും സന്തോഷത്തോടും അവൻ നമ്മോടൊപ്പം ജീവിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആശുപത്രി ഇപ്പോൾ സാമ്പത്തികമായിട്ട് 700 രൂപ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ 8 ലക്ഷം രൂപ വരെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ദൈവം കരുതി. സ്വർഗത്തിലെ ദൈവം കരുതി. അവനെ വാർഡിലോട്ടായ ശേഷം അവന് IV ഇട്ടു. അവന്റെ ഇങ്ങനെ ഡെത്തായ ബോഡി പോലെ കാലും കൈയെല്ലാം ഇങ്ങനെ കുഴഞ്ഞ് സ്ലിപ്പായി പോവുകയായിരുന്നു. ഇന്ന് അവൻ ആരോഗ്യത്തോടും സന്തോഷത്തോടും അവൻ നമ്മോടൊപ്പം ജീവിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം ഇത്രയും സമയം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ, എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുവാൻ ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.